ധവളപത്രത്തിൽ ഒരു സാമ്പത്തിക റിയാലിറ്റിയാണല്ലോ വി ഡി സതീശൻ പറയാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇതാണ് കേരളത്തിൻ്റെ ഖജനാവ്, ഇതാണ് കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി എന്ന്. അങ്ങനെ പറയുമ്പോൾ എവിടെ നിന്നാണ് ഈ കേരളത്തിന് പണം ലഭിക്കുന്നത്? ആ പണം എവിടെ നിന്ന് വരുന്നു? എവിടെയൊക്കെ നിന്ന് വരുന്നു? അതിലെവിടെയാണ് ചോർച്ചയുണ്ടാകുന്നത്? എവിടെയാണ് തടസ്സമുണ്ടാകുന്നത്? കേരളത്തിന് വരുന്ന പണത്തിൽ തടസ്സമുണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം കേന്ദ്ര സർക്കാരാണ്, അല്ലെ? കേന്ദ്ര സർക്കാരാണ്. കേന്ദ്ര സർക്കാരിൽ നിന്ന് കഴിഞ്ഞ ഒരു 5 വർഷത്തെ കണക്ക് നമ്മൾ പരിശോധിച്ചാൽ തന്നെ കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്ന പണത്തിൽ എത്ര കോടി രൂപയുടെ കുറവാണ് ഉണ്ടായത്. ആദ്യം GST നടപ്പാക്കി. GST നടപ്പാക്കിയപ്പോൾ സംസ്ഥാനത്തിന് വന്നുകൊണ്ടിരുന്ന തുകയിൽ 9% കുറവാണ് ഉണ്ടായത്. 9% കുറവ് GST നടപ്പാക്കിയപ്പോൾ മാത്രം. രണ്ടാമത്തേത്, കഴിഞ്ഞ ബജറ്റ്, കേന്ദ്ര ബജറ്റ് വന്നപ്പോൾ റവന്യൂ ഡെഫിസിറ്റ് കമ്മി എന്ന് പറഞ്ഞ് ഓരോ വർഷവും സംസ്ഥാനത്തിന് കിട്ടിക്കൊണ്ടിരുന്ന ഒരു വിഹിതമുണ്ട്. കഴിഞ്ഞ 5 വർഷക്കാലം ഏതാണ്ട് 37,814 കോടി രൂപ റവന്യൂ ഡെഫിസിറ്റ് കമ്മി ഇനത്തിൽ കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിന് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അത് ഒരു പ്രതിവർഷം കണക്കാക്കിയാൽ ഏതാണ്ട് 7,562 കോടി രൂപ. അത് ഇനിയുള്ള 5 വർഷം കേരളത്തിന് കിട്ടാൻ പോകുന്നില്ല. അതുപോലെ തന്നെയാണ് പല കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലും കിട്ടാനുള്ള തുക. നമ്മൾ നേരത്തെയൊക്കെ തന്നെ PMCയുടെ കാര്യത്തിൽ വലിയ വിവാദവും രാഷ്ട്രീയ വിവാദവും ചർച്ചയും ഒക്കെ തന്നെ ഉണ്ടായിട്ടുള്ള ഈ SSK ഫണ്ടുമായി ബന്ധപ്പെട്ട കാര്യം, അതിൽ ഏതാണ്ട് 1,500 കോടി രൂപ കിട്ടാനുണ്ട്. ഈ നിലയിൽ നമ്മൾ നോക്കിയാൽ, അതുപോലെ തന്നെ സംസ്ഥാനത്തിൻ്റെ കടമെടുപ്പ് പരിധിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ ഈ നിലയിൽ നമ്മൾ പരിശോധിച്ചാൽ ഒരു സംസ്ഥാനത്തോട് എത്രത്തോളം സാമ്പത്തിക ഉപരോധം ഒരു കേന്ദ്ര സർക്കാരിന് സ്വീകരിക്കാൻ കഴിയുമോ അതിൻ്റെ എല്ലാ പരിധികളും ലംഘിച്ചുകൊണ്ടുള്ള നിലപാട് കേരളത്തോട് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചതായി നമുക്ക് കഴിഞ്ഞ കാലങ്ങളിലെ സാഹചര്യങ്ങളൊക്കെ തന്നെ നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാകും. എന്തിന് വയനാട്ടിലെ ഈ ദുരന്തബാധിതരെ സഹായിക്കാനായി 2,000 കോടി രൂപയുടെ പാക്കേജ് നൽകിയിട്ട് കേന്ദ്ര സർക്കാർ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു അനുകൂല നിലപാട് സ്വീകരിച്ചു? ആ നിലയിലടക്കം നമ്മൾ പരിശോധിച്ചാൽ പല കാലത്തും കേരളത്തിന് ആവശ്യമായ ഒരു സാമ്പത്തിക സ്രോതസ്സായി മാറാൻ ഒരു കാലത്തും കേന്ദ്ര സർക്കാർ ശ്രമിച്ചിട്ടില്ല.